ഇന്നൊരു ചോദ്യവുമായിട്ട് നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ മരണക്കിടക്കയിൽ നിങ്ങൾ തനിച്ചായിരിക്കുമോ? അതോ ആ മരണക്കിടക്കയ്ക്ക് ചുറ്റും ആൾക്കാർ ഉണ്ടാവുമോ? ആരുടെയെങ്കിലും മരണക്കിടയ്ക്ക് അരികിൽ നിന്നിട്ടുണ്ടോ? അത്തരം ചില സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ നമ്മുടെ കൈകളിൽ മുറുകെ പിടിക്കും. നാം അടുത്തു നിന്ന് പോകുവാൻ അവരാഗ്രഹിക്കത്തില്ല. അവരുടെ കൈകളുടെ പിടുത്തം നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. നമുക്കത് നന്നായിട്ട് അനുഭവിക്കാൻ കഴിയും. തങ്ങളുടെ അടുത്തു നിന്ന് പോകരുതേ എന്നുള്ള ഒരു ദയനീയ നിലവിളി ആ കൈപിടുത്തത്തിൽ ഉണ്ടാകും എന്ന് നമുക്കറിയാം. ഈ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നാം ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങളാണ്, നല്ല സ്നേഹബന്ധങ്ങൾ. എനിക്കാരെയും സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുവാനായിട്ട് നമുക്കൊരുപാട് പണമുണ്ടാകണമെന്നില്ല, ഒരുപാട് കഴിവുകൾ ഉണ്ടാകണമെന്നില്ല, വലിയ മികവുറ്റ ആൾക്കാരാകണമെന്നുമില്ല. ജനുവിനാവുക, വിശുദ്ധമായ ജീവിതമുള്ളവരാവുക, നല്ല പ്രവൃത്തിയുള്ളവരാവുക. ഇതൊക്കെ കൂട്ടിനുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത്, നമ്മുടെ മരണസമയത്ത് ഒക്കെ നമുക്ക് ചുറ്റും ഒരുപാട് പേർ ഉണ്ടായിരിക്കും. തിന്മയായിട്ടുള്ളതിനെല്ലാം വർജിക്കുക മാത്രമല്ല, നല്ലത് പണിതെടുക്കുന്ന, പുതുക്കിപ്പണിയുന്ന ഒരു കാലം കൂടിയാണ് നോമ്പുകാലം. നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് ദൃഢമാക്കാം. അതിനായി നമ്മുടെ സ്വഭാവത്തെ നമുക്ക് രൂപീകരിക്കാം.